എന്തേ പാടുവോ? ആര്? സാറ്. തൊണ്ട ശരിയല്ല. അല്ല, നന്നായിട്ട് പെർഫോം ചെയ്യുന്നാണല്ലോ മീര പറഞ്ഞത്. ബുദ്ധിമുട്ടിക്കണം. ചുമ. കുഴപ്പമില്ല. പ്ലീസ്, എനിക്ക് വേണ്ടി ഇത് വായിക്കണം. വയലിൻ. ഓക്കേ ഫ്രണ്ട്സ്, ഇന്നിവിടെ നമുക്കെല്ലാവർക്കും വേണ്ടി വയലിൻ സോളോ പെർഫോം ചെയ്യാൻ പോകുന്നത് ദേവഗിരി കോളേജിലെ പ്രൊഫസറും സരസ്വതി മ്യൂസിക്കിന്റെ ഉറ്റ ബന്ധുവുമായ നമ്മുടെ അനന്തകൃഷ്ണ സാറാണ്. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ കൈയടിച്ച് സ്വാഗതം ചെയ്യാം. വി ഓൾ ഹാവ് ടു വെൽക്കം ഹിം. സർ പ്ലീസ്. സർ, ക്ലാസിക്കൽ ആണോ വെസ്റ്റേൺ ആണോ? Come on, sir. Madam, പറയൂ Please madam. play. മീര, പ്ലീസ് സർ, എനിക്ക് വേണ്ടി. Hey, come on, sir. സാർ, എന്തു പറ്റി? മീര, സാർ. അപ്പൊ സാറിന് ശരിക്കും വയലിൻ ഒന്നും വായിക്കാൻ അറിയില്ലായിരുന്നു അല്ലേ? പിന്നെന്തിനാ എൻ്റെ അടുത്ത് കളവ് പറഞ്ഞത്? ഞാനെല്ലാം പറയാം. മീര ശരശയ്യാന്ന് കേട്ടിട്ടുണ്ടോ? ആ ഉണ്ട്, നമ്മുടെ മഹാഭാരതത്തില് ഭീഷ്മാചാര്യരുടെ. ഞാൻ ഏതാണ്ട് ഒരവസ്ഥയില. ശരശയും സാറും തമ്മിൽ എന്താ ബന്ധം? ശാന്തനു മഹാരാജാവിന്റെ മകനാണല്ലോ ഭീഷ്മർ. അംബാലിക ആയി അവരെ തട്ടിക്കൊണ്ടുപോയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ മഹാഭാരത യുദ്ധത്തിന്റെ ഇടയ്ക്ക് എനിക്ക് ഇയാളെ കല്യാണം കഴിക്കണം. ഐ ലവ് യു. അല്ല ഈ സത്യവതിക്ക് കൊടുത്ത ശബ്ദത്തിന്റെ പേരിലാണല്ലോ ഈ ഭീഷ്മര് മഹായുദ്ധം തുടങ്ങണത്. പിന്നെ ആ സീതല്ലേ സത്യവതിയുടെ പേരിലുള്ള അലിഗേഷൻസ് ആണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ആക്ച്വലി അതിന്റെ ഈ ഒരു അർജുൻ. അതിനിടയ്ക്ക് സാറെന്താ പറഞ്ഞത്? എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ്. തനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. അല്ല, എനിക്കൊരു കുഞ്ഞുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സാറിന് അറിയണതല്ലേ? അതൊന്നും എനിക്കൊരു വിഷയമല്ല. മീരയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയണ്ട. എന്റെ ഭാര്യയാവാൻ മീരയ്ക്ക് സമ്മതമാണോ? ഇനിയൊരു കല്യാണം വേണ്ടാന്ന് വെച്ചിരിക്കായിരുന്നു. പക്ഷേ ഇപ്പോ അത് എന്നെ ഇഷ്ടമാണെന്നല്ലേ ഉദ്ദേശിച്ചേ? അത് മതി. ഇത്രയും കാലം കാത്തിരുന്നത് വെറുതെ ആയില്ല. സാറിന്റെ വീട്ടുകാരൊക്കെ സമ്മതിക്കോ? അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പിന്നെ ഞാനല്ലേ എന്റെ കാര്യം തീരുമാനിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കല്യാണം കഴിച്ചാലോ? അയ്യോ, എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അത് തീർക്കാൻ ഒരു 6 മാസം സമയം എനിക്ക് വേണം. അത് കഴിഞ്ഞിട്ട് ഈ ഫോർമലായിട്ടുള്ള സാറ് വിളി മാറ്റി ഞാൻ അനന്തേട്ടാന്ന് വിളിച്ചോളാം. പോരെ? 6 മാസം കഴിഞ്ഞ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ കാത്തിരിക്കില്ല. പറഞ്ഞേക്കാം. മഴ നല്ല ലക്ഷണം.
സ്വർണമല്ലി നൃത്തമാടും നാളെയുമീ പൂവനത്തിൽ തെന്നൽ കൈ ചേർത്തു വയ്ക്കും പൊൻപണം പോൽ നിൻ പ്രണയ. പശുവിന് പോലും സഹിച്ചില്ല. ആ നീ പോന്നു. ഞാൻ വന്നിട്ട് 10-32 കൊല്ലമായി. ഇതെന്താ പുതിയൊരു പരിപാടി? എൻ്റെ ആ കുട്ടിയുടെ പേരെന്താ? ഏത് കുട്ടിയുടെ? രാത്രി മുഴുവൻ ഉറക്കൊളിച്ചിരുന്ന് ഒരു കൊച്ചിന് ഫോൺ ചെയ്യുന്നില്ലേ? ആ കുട്ടിയുടെ പേരെന്താ? എന്തേ? പറ. ശ്രുതി. ശ്രുതിയോ ജിതിയോ ഈ ഞായറാഴ്ച നിനക്ക് വേണ്ടി അവരുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. സത്യം? ഇനി ഞാൻ കാരണം നിന്റെ ജീവിതം വഴിമുട്ടി എന്ന് പറയണ്ട. അതൊന്നും വേണ്ട. ചേട്ടൻ കെട്ടിയിട്ടേ ഞാൻ കെട്ടുന്നുള്ളൂ. അതാടാ ഞാൻ പറഞ്ഞത്. നീക്ക് എന്നെ കളിയാക്കാറില്ലേ? എന്റെ സങ്കല്പത്തിലുള്ള പെണ്ണിനെ എനിക്ക് കിട്ടി. മീര. സത്യമായിട്ടും? ആ. എന്തായാലും രണ്ടാൾക്കും ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി ഒന്നും ആലോചിക്കാനില്ല. ഞാൻ കുട്ടിയുടെ വകയിലൊരു അമ്മാവനാ. വേറെ ആരും ഇവർക്കൊരു സഹായത്തിനില്ലേ? ഇപ്പോൾ ഇങ്ങനൊരു ബന്ധം ഒത്തു വന്നപ്പോൾ നല്ലതാണെങ്കിൽ നടക്കട്ടെ എന്ന് എഴുതി. അത് നന്നായി. ഇത്രയും കാലം ഇവന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു പുള്ളി. അപ്പൊ മാഷിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? അല്ല, എന്റെ കല്യാണം അധികം വൈകാതെ ഉണ്ടാവും. അതിനിടയിലാണ് ഇവന് നിങ്ങളുടെ കുട്ടിയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞത്. അപ്പൊ പിന്നെ അത് നടക്കട്ടെ എന്ന് കരുതി. അത് നന്നായി. ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ മാഷിന് അറിയാലോ അല്ലേ? അതിപ്പോ എന്തായാലും എന്താ, ഇവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ഇതങ്ങ് നടത്താം. ആ എന്നാ പിന്നെ കുട്ടിയെ അങ്ങ് വിളിക്കാം. ആ മോളെ. ഇതാ ഇപ്പൊ നന്നായി. കുട്ടിക്ക് പകരം അമ്മയാണോ ചായയുമായിട്ട് വരുന്നത്? മോളെ ശ്രുതി, ജാതകദോഷം കാരണം മീരയുടെ കല്യാണം 18-ാമത്തെ വയസ്സിൽ അങ്ങ് നടത്തി. അതുകൊണ്ട് ഇപ്പൊ എന്തായി? അമ്മയും മോളെയും കണ്ട അനിയത്തിയും ചേച്ചിയാണെന്നേ പറയൂ. അനന്തൻ സാറിനേക്കാൾ മീര പ്രായം കൊണ്ട് എളുപ്പമാണെങ്കിലും അവളിപ്പോ അമ്മയുടെ സ്ഥാനത്താ. എനിക്ക് കുട്ടിയുടെ അമ്മയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അതിനെന്താ, സംസാരിക്കാലോ. എനിക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നു. കോപൻ സാറിന്റെ അനിയനാണെന്ന് സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. മീര കുഞ്ഞു കുഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും വലിയൊരു പെൺകുട്ടീനായിരുന്നു. ഞാനവളെ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയതാ. അവിടെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. നീ മീര തീരുമാനിക്കണം, നമ്മൾ ഒരുമിക്കണോ അവർ ഒരുമിക്കണോ എന്ന്. ഞാൻ ഇതുവരെ ജീവിച്ചത് എൻ്റെ മാൾക്ക് വേണ്ടിയാ. അവളെ വിഷമിപ്പിച്ചിട്ട് എനിക്ക് പറ്റില്ല. പോട്ടെ. അപ്പോ ഒക്കെ പറഞ്ഞതുപോലെ ഓ, ആയിക്കോട്ടെ. കാരണവന്മാരുമായിട്ടൊക്കെ ആലോചിച്ച് നമുക്ക് ചിങ്ങത്തി തന്നെ നടത്താം. ശരി, പോട്ടെ മോളെ, പോട്ടെ അമ്മേ.